നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ക്യാൻസർ ബാധിതർക്കൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പുസ്തകമാണ് ഡോക്ടർ ദീപ്തി ടി.ആർ. എഴുതിയ ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ. അതിജീവനവും രോഗപ്രതിസന്ധിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിച്ചിട്ടതാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. ക്യാൻസർ ബാധിതർക്കൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പുസ്തകമാണ് ഡോക്ടർ ദീപ്തി ടി.ആർ. എഴുതിയ ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ. അതിജീവനവും രോഗപ്രതിസന്ധിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിച്ചിട്ടുള്ളതാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. ക്യാൻസർ പ്രതിരോധ മേഖലയിൽ പ്രിവെന്റിംഗ് ഓങ്കോളജി സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുകയാണ് ഡോക്ടർ ദീപ്തി. അഞ്ച് വർഷത്തിലേറെയായി കൺമുന്നിൽ നീണ്ട അനുഭവങ്ങൾ, കണ്ണുനീരും അതിജീവനവും ചേർത്തെഴുതിയ വരികൾ. ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പിന്നിൽ വഴികൾ അത് മാത്രമാണ്. ഡോക്ടേഴ്സ് ദിനം കടന്നു പോകുന്നത് കുറെ വാട്സ്ആപ്പ് മെസ്സേജുകളോടെയാണ്. അടുത്ത് പരിചയമുള്ള രോഗികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ആശംസകൾ അയക്കുന്ന ദിവസം. ചുരുക്കം ചിലർ ഫോൺ വിളിക്കുകയും ചെയ്യും. കണ്ണൂർ എത്തി ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ. എന്റെ പേഷ്യന്റിന്റെ മകനാണ്. ഡോക്ടർ, ട്രെയിൻ ഇറങ്ങിയോ? ഞാനൊന്ന് ഞെട്ടി. അതെങ്ങനെ ഇവർക്ക് എന്റെ ട്രെയിൻ ഏതാണെന്നും സമയമൊക്കെ അറിയുന്നത്? അല്പം ആശങ്കയോടെ ഫോൺ സ്ക്രീൻ ഒന്നുകൂടെ നോക്കി. ഇടയ്ക്ക് വിളിക്കാറുള്ള ഒരു രോഗിയുടെ മകൻ തന്നെയാണ്. ഒന്ന് മുന്നോട്ടേക്ക് നടന്നപ്പോഴേക്കും അവൻ എനിക്ക് അടുത്തെത്തിയിരുന്നു. ഒരു പാക്കറ്റ് നേരെ നീട്ടിക്കൊണ്ട് ധൃതിയിൽ അവൻ അടുത്തേക്ക് വന്നു. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഒരു കേക്ക് കൈമാറി. ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോക്കൂ ഡോക്ടറെ എന്നവൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനാണ്, ഇവിടെ വെച്ച് തന്നെ വേണോ എന്ന് ചോദിച്ചെങ്കിലും അവൻ ഒന്നുകൂടെ നിർബന്ധിച്ചു. ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ഡോക്ടർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്താണ് ഇവിടെ വന്നതെന്നും ഇതൊന്ന് ഡോക്ടർ തുറന്നു കാണണമെന്നുണ്ടെന്നും അവൻ പറഞ്ഞു. അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവിടെ വെച്ച് തന്നെ ഞാൻ കേക്കിന്റെ കവർ തുറന്നു നോക്കി. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്: താങ്ക് യു ഫോർ. രോഗം തിരിച്ചറിയുന്നത് മുതൽ പ്രതിസന്ധികൾ കടന്ന് അതിജീവനം വരെ എത്തിയ നിരവധി മനുഷ്യരുടെ കഥയാണ് ഡോക്ടർ ദീപ്തി എഴുതി തീർത്തത്. അതിജീവന പോരാട്ടത്തിൽ പാതി വഴിയിലുള്ളവർക്ക് കരുത്തു പകരുകയാണ് ലക്ഷ്യം. സമഗ്ര ന്യൂസ്, കണ്ണൂർ.